അപ്പോഴേ നേരത്തെ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിലെ ഭരണത്തിനൊക്കെ വലിയ സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇടപെടാൻ കഴിയുന്ന വിഷയമാണ് ഈ വന്യമൃഗ പ്രശ്നം. കാരണം പലപ്പോഴും നമ്മുടെ കേരളത്തിലെ 5-6 ജില്ലകൾ തമിഴ്നാടിന്റെ ബോർഡറാണ്. അപ്പൊ അവിടെ ഈ തമിഴ്നാടിന്റെ എന്തെങ്കിലും ഇടപെടൽ, പ്രത്യേകിച്ച് ഈ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ കേരളത്തിലേക്ക് ആളുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിലൊക്കെ എന്തെങ്കിലും അവർക്ക് ശക്തമായ സഹായം അടുത്തുണ്ടാവും. കാരണം ഈ 2 സ്റ്റേറ്റും കൂടി വിചാരിച്ചാൽ തന്നെ നമ്മുടെ ഇപ്പൊ ഈ പറയുന്ന ഈ ബൗണ്ടറി, തമിഴ്നാടിന്റെ ബൗണ്ടറി ഷെയർ ചെയ്യുന്ന നമ്മുടെ സ്റ്റേറ്റിലെ ഈ വിഷയങ്ങൾ 2 സ്റ്റേറ്റുകൾ തമ്മിൽ കൃത്യമായ കോർഡിനേഷൻ ഉണ്ടായാൽ ആ വിഷയത്തിന്റെ ഒരു 90-95% നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഇത് അങ്ങനത്തെ ഒരു കോർഡിനേഷനും ഇല്ല. എന്താ നമ്മളെ വനംവകുപ്പ് മന്ത്രിയുടെ സ്ഥിതി എന്നൊക്കെ അറിയാലോ. ആ സാധുവിന് വയസ്സായി, അദ്ദേഹത്തിന് എന്താ പറയാ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. ഈ ഉദ്യോഗസ്ഥൻ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, കെ സുധാകരൻ ഫോറസ്റ്റ് മന്ത്രിയാകുന്ന കാലത്ത് അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇതിലേറെ ആരോഗ്യം, ഇതിലേറെ ശേഷിയും, ഇതിലേറെ ശക്തിയും ഉണ്ടായിരുന്ന സുധാകരൻ ഉള്ള കാലത്ത് എന്നോട് പറഞ്ഞ എന്റെ അൻവറെ ആന കെട്ടിവലിച്ചാൽ ഈ വകുപ്പ് അനങ്ങൂലട്ടോ. അദ്ദേഹം ഉപയോഗിച്ച വാക്കതാ. ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്, 20 വർഷം മുമ്പ് പറഞ്ഞതാ. അപ്പൊ അങ്ങനെ ഒരു വകുപ്പിൽ ഇങ്ങനെ ഒരു മന്ത്രിയും കൂടി ഉണ്ടായാൽ എന്താ സ്ഥിതി? അയാൾക്ക് സാധിക്കില്ല. ഞാൻ പാർട്ടിയോട് പലപ്പോഴും ഇത് പറഞ്ഞിട്ടില്ല, ഈ വകുപ്പ് പാർട്ടി ഏറ്റെടുക്കണം, അത് നല്ല ശേഷിയുള്ളവർക്ക് കൊടുക്കണം. ഇത് ഈ പറയുന്ന ഘടകകക്ഷികൾക്ക് കൊടുക്കേണ്ടതല്ല. ഈ പറയുന്ന 10, 80, 90 ലക്ഷം ആളുകളെ ബാധിക്കുന്ന വിഷയമാണ്. അത് പാർട്ടി ഏറ്റെടുക്കണം, മറ്റു വകുപ്പുകൾ കൊടുക്കണം, ഇത് കൈകാര്യം ചെയ്യണം. ഇത് കേന്ദ്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് തടിയൂരുന്നതല്ല ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഗവൺമെന്റ് നിർവഹിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ ഈ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചതൊന്നുമല്ല, ഇതിനു മുമ്പ് ഒരു അദാലത്ത് വെച്ചിരുന്നല്ലോ ഈ മലയോര മേഖലയിലെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും. അന്ന് അബ്ദുറഹ്മാൻ മിനിസ്റ്ററും ഈ മിനിസ്റ്ററും ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ ആ അദാലത്തിൽ പങ്കെടുത്ത കരടായിൽ. അന്ന് ഇതിലേറെ രൂക്ഷമായി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് പറയുന്നില്ല. പക്ഷെ താങ്കൾ ഈ നിരന്തരം ഞാൻ പാർട്ടിക്ക് കത്ത് കൊടുത്തിരുന്നു എന്ന് പറയാം. ഗോവിന്ദ മാഷ് അവസാനം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ശശിക്കെതിരായ ഒരു പരാതി മാത്രമാണ് ലഭിച്ചത്. താങ്കൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു പുസ്തകമാക്കാനുള്ള അത്രയും പരാതി ഉണ്ട് എന്നാണ്. പക്ഷെ ഇതിന് മുൻപ് ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതിപ്പോഴല്ലേ പറഞ്ഞു. ഞാൻ പുസ്തകമാക്കാനുള്ള പരാതി ഉണ്ടായിരുന്ന മാസങ്ങളായി, കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് ഇതിന്റെ ഇടയിൽ മറുപടി പറഞ്ഞ് എനിക്കിനിപ്പോ AKG സെന്ററിൽ പോയിട്ട് ആ പെട്ടി തുറന്നിട്ട് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അതിൽ വസ്തുത ഉണ്ടെങ്കിൽ എന്ന് പറയണം. ഞാൻ ആദ്യം പറഞ്ഞ അന്ന് പറയണം. ഞാനത് പറയാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി. ഇന്നലെ മിനിയാന്നോ മാഷായി പറഞ്ഞാൽ മതിയോ? ഇങ്ങനെ കളവ് പറഞ്ഞിട്ട് ഇത് മൂടി വെക്കാൻ സാധിക്കുമോ? നേരത്തെ കൊടിയേരിയൊക്കെ ഉണ്ടാകുമ്പോൾ പാർട്ടി മുഖ്യമന്ത്രി അല്ലെങ്കിൽ പാർലമെന്റ് പാർട്ടി ലീഡർ ഉണ്ടെങ്കിൽ പോലും പാർട്ടി സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി നിലപാടെടുത്ത ചില കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഗോവിന്ദമാഷ് അത്ര നിലപാടെടുക്കുന്നത്? അതിൽ 2-3 കാര്യങ്ങളുണ്ട്. 2-3 കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. അതിൽ ഗോവിന്ദമാഷ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് എനിക്ക് തോന്നുന്നു ഒരു 1.5-2 വർഷം കഴിയുമ്പോഴാണ് ബിനീഷ് കൊടിയേരിന്റെ വിഷയം ഉണ്ടാവുന്നത്. ബിനീഷ് കൊടിയേരി അറസ്റ്റ് ചെയ്യപ്പെട്ടു, ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകപ്പെട്ടു, 1.5 വർഷം ജയിലില്ല. ഇന്നിപ്പോ ആ കേസ് തന്നെ ഇല്ല കേട്ടോ. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിനെ പറ്റി ഒരു കുറ്റമില്ല, എല്ലാം കോടതി തള്ളി. അങ്ങനെ 1.5 വർഷക്കാലത്തോളം അദ്ദേഹം ജയിലിലായപ്പോ എന്തായി? കൊടിയേരി സഖാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഭയങ്കര മാനസിക സംഘർഷം ഉണ്ടാവും, സ്വാഭാവികമാണ്. എന്റെ മകൻ ഇപ്പൊ അതുപോലെ ഞാനൊരു പൊതുരംഗത്ത് നിൽക്കുമോ എന്റെ മകൻ അതുപോലത്തെ ഒരു കേസിൽപ്പെട്ട എനിക്ക് മാനസിക സംഘർഷം ഉണ്ടാവും. അങ്ങനെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഒഴിഞ്ഞു. ആ ഒഴിയുന്നത് വരെയുള്ള കാലഘട്ടവും സത്യത്തിൽ അദ്ദേഹം ഭയങ്കര ഡെസ്പെയറായിരുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യത്തിലും ഇടപെടാത്തൊരു മാനസികാവസ്ഥയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോഴേക്ക് അദ്ദേഹത്തിന് അസുഖം വന്നു. അത് കുറെ കാലം നീണ്ടു നിന്നു. അപ്പൊ കുറച്ചു കാലം സെക്രട്ടറിഷിപ്പിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഡയറക്റ്റുള്ള ഇടപെടൽ ഈ ഗവൺമെന്റിലെ പ്രവർത്തനത്തിന് നിലച്ചിട്ട് ഈ 3 കൊല്ലമൊന്നുമല്ല. കൊടിയേരി സഖാവ് മരിക്കുന്നതിന്റെ ഒരു 2-2.5 വർഷം മുമ്പ് തൊട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 6 വർഷം ഏകദേശം പാർട്ടി സെക്രട്ടറിമാരുടെ ഇടപെടൽ ഈ ഗവൺമെന്റിൽ, പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ ഇടപെടൽ ഈ ഗവൺമെന്റിൽ ഉണ്ടായിട്ടില്ല. എല്ലാം നിയന്ത്രിച്ചത് CM തന്നെയാണ്. പാർട്ടിയും CM-ഉം ഒന്നായ ഒരവസ്ഥാവിശേഷം വരുന്നത് അന്ന് തൊട്ടിട്ടാണ്. ബിനീഷിന്റെ അറസ്റ്റോട് തൊട്ടിട്ടാണ്. പിന്നെ അദ്ദേഹത്തിന് സുഖമില്ലാതാവുന്നു. അങ്ങനെ പരുവപ്പെട്ട ഒരവസ്ഥയിൽ പാർട്ടിയുടെ ഇടപെടലുകൾ പറ്റ ഒഴിവായ ഒരവസ്ഥയിലാണ് ഗോവിന്ദമാഷ് സെക്രട്ടറിയായിട്ട് വരുന്നത്. സ്വാഭാവികമായിട്ടും ഗോവിന്ദമാഷെ പോലെയുള്ള ആ ഒരു മിഡിൽ ലീഡേഴ്സിനിടയിൽ നിന്ന് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന്റെ അതേ നിലവാരമുള്ള സെക്രട്ടറിമാരാകാവുന്ന പലരും ഉണ്ടെന്ന് നിങ്ങൾക്കും നമുക്കും പാർട്ടിക്കാർക്കൊക്കെ അറിയാം.
പക്ഷെ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് എന്ന നിലക്ക് ഗോവിന്ദമാഷ് സെക്രട്ടറി വരിക, അദ്ദേഹത്തിനും പാർട്ടിയെ നയിക്കാൻ ഈ വിഷയത്തിൽ ഗവൺമെന്റുമായി റിലേറ്റഡ് ആയ വിഷയത്തിൽ നോ, അത് പറ്റൂല എന്ന് പറയാൻ സാധിച്ചിട്ടില്ല. നമ്മളെ എന്താ പറയാ, അസംബ്ലിയിൽ വന്ന പല ബില്ലുകളും അതിന് തെളിവാണ്. അതൊക്കെ എടുത്തു പറയപ്പോൾ നമ്മൾ ഒരുപാട് വിശദീകരിക്കേണ്ടി വരും. അപ്പൊ പരിപൂർണമായിട്ടും സിംഗിൾ പേഴ്സൺ സെൻട്രലൈസ്ഡ് ഗവൺമെന്റും പാർട്ടിയാണ് കഴിഞ്ഞ 6 കൊല്ലം പോയത്. അതിന്റെ ദുരന്തമാണ് ഇപ്പൊ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ക്ലച്ചസിൽ നിന്ന് ഈ പാർട്ടിക്ക് ഈ ഒരു ഘട്ടത്തിലെങ്കിലും, ഇതിപ്പോ ഈ ക്ലച്ചസിൽ നിന്ന് പാർട്ടിക്ക് എസ്കേപ്പ് ചെയ്യാവുന്ന, പുറത്തു കടക്കാവുന്ന ഒരു സ്ഥാനം എന്തായിരുന്നു പാർട്ടി ചെയ്യേണ്ടിയിരുന്നത്? ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ കാവലാന്ന് അവർ പറയുന്നുണ്ടല്ലോ, അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. ഇപ്പതാ കൊടുത്ത റിപ്പോർട്ടിൽ ഞാൻ ഉന്നയിച്ച എയർപോർട്ട് സ്വർണ്ണക്കള്ളക്കടത്തും റിദാൻ ബാസിൽ കേസും പൂരം കലക്കലും മാമി കേസിലും തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത്. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അപ്പൊ എന്താ പാർട്ടി എടുക്കേണ്ട നിലപാട്? പാർട്ടിക്കൊരു നിലപാടെടുക്കുക. CM നിങ്ങളത് പറയരുത്. ഇവര് മാറി നിൽക്കട്ടെ, അന്വേഷണം നടക്കട്ടെ. നോ എന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഒരാൾക്കും ധൈര്യമില്ല. അപ്പം ഈ പറയുന്ന ഗോവിന്ദമാഷക്ക് മാത്രമല്ല, പാർട്ടി സെക്രട്ടേറിയറ്റിനും പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിക്കും ഈ പാർട്ടിയുടെ അടിത്തറ തകരുന്നതിന് അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർത്ത നേതാക്കന്മാരെന്ന് നാളെ അടുത്ത തലമുറ ചർച്ച ചെയ്യപ്പെടുന്ന നേതാക്കന്മാരുടെ പേരിലേക്ക് ഈ കണ്ടു കാണപ്പെട്ടവരുടെ പേരും കൂടി വരും. ഒരു CMന്റെ പേര് മാത്രമല്ല ഉണ്ടാവുക. അവിടത്തേക്ക് പാർട്ടി പോകുന്നു. വിജയരാഘവനായിരുന്നു താൽക്കാലിക ചുമതല. അതിനുശേഷം അദ്ദേഹത്തെ മാറ്റേണ്ട സാഹചര്യം എന്താണെന്ന് അറിയില്ല. പക്ഷെ മാറ്റിയാണ് ഗോവിന്ദമാഷ് വരുന്നത്. അല്പം കൂടി CMനെ അടിമയാക്കാൻ പറ്റിയത് MV ഗോവിന്ദനെയാണ് എന്നൊരു നിഗമനത്തിലായിരിക്കും അദ്ദേഹത്തെ കൊണ്ടുവന്നത്. എനിക്കറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ പറയാനാണ്. ഐ ഡോണ്ട് നോ ദാറ്റ്. എന്തായാലും ആകത്തുക റിസൾട്ട് ഞാൻ ഈ പറഞ്ഞത് കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സിസ്റ്റത്തിന്റെ നേരെ വിപരീതമായിട്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടത്തേണ്ടത്. അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഈ പാർട്ടി നേരിടുന്നത്. ഈ ഒരു ഘട്ടത്തിലെങ്കിലും, ഈ ഘട്ടം കൂടി കഴിഞ്ഞു പോകണം കേട്ടോ. ഇത് എന്താ പറയാ, ഈ കാറ്റ് കൂടി കടന്നു പോയാൽ ഈ പാർട്ടിയെ തിരിച്ചു പിടിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുഴുവൻ ആളുകളും തലകുത്തിയാൽ പോലും, തലകുത്തി നിന്നാലും നടക്കില്ല എന്ന് ഉറപ്പാണ്. അത് അവർ മനസ്സിലാക്കിയോട്ടെ. നമ്മൾ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒരിക്കലും തകരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴും ഞാൻ ആ പാർട്ടിയെ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല, ആ പാർട്ടി സഖാക്കളെ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. എന്റെ കയ്യും കാലും വെട്ടുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ അതിനെ പ്രതികരിച്ചിട്ടില്ല. കാരണം എന്താ അറിയോ, ഒരു വീണ്ടും ഒരു തിരിച്ചറിവ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് അത് മുടങ്ങിപ്പോകരുത് എന്ന എന്താ പറയാ, എന്റെ ധാർമ്മിക ബാധ്യതയാണ് ഞാൻ ഈ നിമിഷം വരെ ഞാൻ നിറവേറ്റിയിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ കടന്നാൽ ആ ബാധ്യത കഴിയാൻ പോവാ, ആ ബാധ്യത എന്നെ കഴിയാൻ പോവാ. ഞാൻ കുറച്ചുകൂടി തുറന്നു പറയും ഞാൻ. അപ്പം അങ്ങനെ പോവാനാണ് തീരുമാനമെങ്കിൽ അങ്ങനെ പോട്ടെന്ന്. ഇപ്പൊ രക്തസാക്ഷികളുടെയും പറയുന്ന AKGയുടെയും EMSന്റെയും ഒക്കെ കഥ പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. ആ രക്തസാക്ഷികളാക്കിയ ആളുകളെ കുറിച്ച്, അവരെ രക്തസാക്ഷിയാക്കിയവരെ മഹത്വവൽക്കരിക്കുന്ന നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉയർന്നു വരികയാണ്. RSS ഏറ്റവും നല്ല വലിയ സംഘടനയാണ് എന്ന് സർട്ടിഫൈ ചെയ്യുന്നു കണ്ണൂരിൽ നിന്നുള്ള ചില നേതാക്കള്. ആ കുടുംബങ്ങൾ എന്നെ ബന്ധപ്പെടുന്നുണ്ട്. ഈ നിലവാരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകുന്നു. അവിടെയാണ് ഇതിന്റെ വിഷയം. കഴിഞ്ഞ 6 വർഷമായിട്ട് മുഖ്യമന്ത്രിയും പാർട്ടിയും എല്ലാം ഒന്നാണ്. മുഖ്യമന്ത്രി ഏകാധിപതിയായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇതേ മുഖ്യമന്ത്രിയല്ലേ താങ്കൾ ഇത്ര കാലം പിതൃതുല്യനായി അവതരിപ്പിച്ചതും താങ്കളുടെ തന്നെ ഗോഡ് ഫാദറായി കൊണ്ടു നടന്നതും? 100%. ഇന്നലെ മിനിയാന്നോ നിങ്ങൾ ആരോ ഒരു ചോദ്യം ചോദിച്ചു, മുഖ്യമന്ത്രി വർഗീയവാദിയാണോ? ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം വർഗീയവാദിയാണ് എന്ന വിശ്വാസം എനിക്കില്ല. ഇപ്പോഴും എനിക്ക് ആ വിശ്വാസമില്ല. പക്ഷേ ഈ RSSന്, ഈ കേന്ദ്ര ഗവൺമെന്റിന് ഈ RSSന്റെ ആവശ്യങ്ങൾക്ക് ഒത്തു നിൽക്കേണ്ടി വന്ന ഒരു ഗതികേടിലാണ് പിണറായി വിജയൻ. അതാ കണ്ടത്. ആ കൊലച്ചതിയാണ് ഈ സമൂഹത്തോട് ചെയ്യുന്നത്. അത് തുറന്നു പറയണം അദ്ദേഹം. അല്ലെങ്കിൽ ആ സ്ഥാനത്ത് അദ്ദേഹം മാറണം. അല്ല, അതല്ല പറഞ്ഞത്. ഇതേ പലവട്ടം പറഞ്ഞതാണല്ലോ. എന്താണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത്? ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ആരുമായി ബന്ധപ്പെട്ടതാണ്? എന്തുകൊണ്ടത് അന്വേഷിക്കാത്തത്? P. ശശിയെ വരെ ഞാൻ പറഞ്ഞല്ലോ. അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ അന്വേഷിക്കുന്നത്. നീ അത് എന്റെ വായ കൊണ്ട് പറയണോ? നിങ്ങളാകുമ്പോൾ വായ കൊണ്ടൊന്നും മിണ്ടൂല. പത്രക്കാരായാൽ നിങ്ങൾക്കും നട്ടല് വേണം.
നിങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ള ത്രാണി നിങ്ങൾക്ക് വേണം. ഇതിപ്പോ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നടക്കാം. നിങ്ങൾ ഒരു ചോദ്യം തിരിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ആർക്കും ഉത്തരമില്ല. നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള ബാധ്യതകളുണ്ട്. 4ാം തൂണാണ് നിങ്ങൾ, അത് മനസ്സിലാക്കണം. ആ 4ാം തൂണിന്റെ ഉത്തരവാദിത്തം എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത്? പിന്നെ എന്നോട് ചോദിക്കുക. ഞാൻ പി ശശി മുഖ്യമന്ത്രി ആഫീസ് വരെ കൊടുന്ന് നിർത്തിയല്ലോ. ഇനി അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ പറയുന്നത്